ഇപ്പോൾ ഈ ലാസ്റ്റ് 2 ഇയേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യമായി മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ടിപ്പിക്കൽ 9 to 5 ജോബ് എന്നതിലുപരി എല്ലാവരും ന്യൂ ആയിട്ട് എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സ് ചെയ്യാം, ബിസിനസ് നോട്ടിൽ മാറാം എന്നുള്ള ഒരു ചിന്താഗതിയിലോട്ടായിട്ടുണ്ട് എല്ലാവരും. ആൻഡ് ഓൾസോ നമുക്ക് എല്ലാം അവൈലബിൾ ആണ്, ഇപ്പോൾ ടൂൾസ് ആൻഡ് അതുപോലെ നോളജും എല്ലാ കാര്യങ്ങളും ഇപ്പോഴത്തെ 2025 നമുക്ക് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ കൂടുതൽ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ളത് യങ് ആയിട്ടുള്ള ആൾക്കാരാണ്, യങ് ഓൺടർപ്രീനേഴ്സ് ആണ് നമുക്ക് കൂടുതലായിട്ടും ഫോക്കസ്ഡ് ആയിട്ട് വരുന്നത്. അവർക്കൊക്കെ ഉള്ളൊരു അഡ്വൈസ് എന്തായിരിക്കും? നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. കൂടുതൽ ആൾക്കാരും ഇപ്പോൾ ഒരു ഓൺടർപ്രണർ മൈൻഡ് സെറ്റ് ഉണ്ട്. ആ ഒരു കൾച്ചർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഗവൺമെന്റും നല്ല ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്. പക്ഷെ അതിലുള്ള വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും നോളജ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം യൂട്യൂബ്സിലൊക്കെ നോക്കി കുറേ ബുക്സ് ഉണ്ട്, ഒക്കെ നോക്കിയാലും നോളജ് കിട്ടും. നോളജ് കിട്ടിയത് അപ്ലൈ ചെയ്യുമ്പോൾ ലൈക്ക് അത് നമ്മൾ ഈ ബുക്കിൽ നോക്കി നീന്തൽ പഠിച്ച പോലെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച പോലെയാണ്. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മളത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിൽ കുറേ മിസ്റ്റേക്സ് വരും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആദ്യം എനിക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ടീമിൻ്റെ കൂടെ ആദ്യം വർക്ക് ചെയ്യണം. അപ്പോൾ അവിടുന്ന് നമുക്ക് കുറേ സിസ്റ്റംസും ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടുന്ന് പഠിക്കാൻ പറ്റും.